സന്നിധി തന്നിൽ. എല്ലാവർക്കും ഒരു പ്രഭാത വന്ദനം നേരുന്നു. എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ വചന പ്രഘോഷണത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമുക്കിന്ന് ചിന്തിക്കുവാനുള്ളത് സൂര്യാഘാതം എന്ന ഒരു തലക്കെട്ടിനെ ആസ്പദമാക്കിയാണ്. നമുക്ക് ഒരു വാക്യം വായിച്ചു തുടങ്ങാം. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. നാലാമത്തവൻ തൻ്റെ കലശം സൂര്യനിൽ ഒഴിച്ച് അപ്പോൾ തീ കൊണ്ട് മനുഷ്യരെ ചുടുവാൻ തക്കവണ്ണം അതിന് അധികാരം ലഭിച്ചു. നമുക്കറിയാം, വെളിപ്പാട് പുസ്തകം അതിൻ്റെ 4-ാമത്തെ ബാധയാണ് നമുക്ക് ഇന്ന് കാണുവാൻ കഴിയുന്നത്. ആ 4-ാമത്തെ ബാധ എന്ന് പറയുന്നത് സൂര്യനാണ്. ആ സൂര്യൻ എന്താണ് പറയുന്നത്? 4-ാമത്തെ അവൻ കലശം സൂര്യനിൽ ഒഴിച്ച് അപ്പോൾ തീ കൊണ്ട് മനുഷ്യരെ ചുടുവാൻ തക്കവണ്ണം അതിന് അധികാരം കൊടുത്തു. സൂര്യൻ്റെ ആ ചൂട് നമുക്ക് ചിന്തിക്കുവാൻ പോലും കഴിയാത്തതാണ്. നമുക്കറിയാം, എത്രയോ കിലോമീറ്ററിനപ്പുറം നിൽക്കുന്ന സൂര്യൻ്റെ ആ ചൂട് അല്ലെങ്കിൽ സൂര്യതാപം അടിച്ച് അനേകം പേർ മരിച്ചതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ആ സൂര്യനിലുള്ള ആ ശക്തി നമ്മളുടെ മേൽ വരുമ്പോൾ നമ്മളെന്താണ് മരിക്കുമെന്നാണ് പറയുന്നത്. അത്രമാത്രം കഠിനമായ ചൂടാണ് സൂര്യനിൽ നിൽക്കുമ്പോൾ. ആ സൂര്യനെ ആരാധിക്കുന്ന ഒരു കൂട്ടം ലോകത്തേക്ക് കടന്നു വന്നതായും വിശുദ്ധ വേദപുസ്തകം നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നു. നോക്കുമ്പോൾ സത്യ ആരാധന നിന്ന് വ്യതിചലിച്ചുകൊണ്ട് സൂര്യനെ ആരാധിച്ച ഒരു കൂട്ടം ജനങ്ങൾ ഈ ലോകത്തുണ്ടായിരുന്നു. നമുക്ക് വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുമ്പോൾ അവിടെ അപ്രകാരമുള്ള ഒരു മ്ലേച്ഛമായ ആരാധന നമുക്ക് കാണുവാൻ കഴിയും. നമുക്ക് വായിക്കാം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ കാണുന്നു: അവൻ എന്നെ യഹോവയുടെ ആലയത്തിൻ്റെ അകത്തെ പ്രാകാരത്തിൽ കൊണ്ടുപോയി യഹോവയുടെ മന്ദിരത്തിൻ്റെ വാതിൽക്കൽ മണ്ഡപത്തിൽ നിന്നും യാഗപീഠത്തിന് നടുവേ ഏകദേശം 25 പുരുഷന്മാർ തങ്ങളുടെ മുതുക് യഹോവയുടെ മന്ദിരത്തിൻ്റെ നേരെ മുഖം കിഴക്കോട്ടും തിരിച്ചുകൊണ്ട് നിന്നിരുന്നു. അവർ കിഴക്കോട്ട് നോക്കി സൂര്യനെ നമസ്കരിച്ചിരുന്നു. നോക്കണം, അവിടെ നോക്കുമ്പോൾ സൂര്യനെ നമസ്കരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ കാണുവാൻ കഴിയുന്നു. അവർ എങ്ങനെയാണ് നിന്നെന്നുള്ള കാര്യങ്ങളൊക്കെ ആ വേദഭാഗത്തിൽ വളരെ വ്യക്തമായി കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അപ്പോൾ അവൻ എന്നോട്, മനുഷ്യപുത്ര, നീ കാണുന്നുവോ യഹൂദ ഗൃഹമം ഇവിടെ ചെയ്യുന്ന മ്ലേച്ഛതകൾ പോരാഞ്ഞിട്ടോ അവർ എന്നെ അധികം കോപിപ്പാൻ ദേശത്തെ സാഹസം കൊണ്ട് നിറയ്ക്കുന്നതെന്ത് കണ്ടില്ലേ? അവർ ചുള്ളിമൂക്കിന് തൊടുവിക്കുന്നു. അവർ ചുള്ളി മൂക്കിന് തൊടുവിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത്രമാത്രം ഇവിടെ മ്ലേച്ഛമായ ഒരു ആരാധന അവർ ഈ സൂര്യനെ നമസ്കരിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ, ഈ വർത്തമാന കാലത്ത് നമ്മൾ ഇന്നും സംസാരിക്കുന്ന ഈ സമയത്തും സൂര്യ ആരാധനക്കാരുണ്ട്. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു അവൻ പള്ളിയിൽ പോയ ദിവസം നമുക്കറിയാം. എപ്രകാരമാണ് അത്? വിശുദ്ധ വേദപുസ്തകം അടിസ്ഥാനത്തിൽ യഹോവയായ ദൈവം 6 ദിവസം അധ്വാനിച്ച് 7-ാം ദിവസത്തെ വിശുദ്ധീകരിച്ച് അവൻ ശബത്തിൽ പള്ളിയിൽ പോയെന്ന് പറയുമ്പോൾ 7-ാം ദിവസം ശബത്തിൽ പള്ളിയിൽ പോയ കർത്താവിനെ നമുക്ക് കാണുവാൻ കഴിയും. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ആ കർത്താവിനെ മാതൃകയാക്കി കർത്താവിൻ്റെ പാത പിൻപറ്റുന്ന ക്രിസ്ത്യാനികളായ നാമും കർത്താവ് പോയതുപോലെ ശബത്തിലാണല്ലോ പള്ളിയിൽ പോകേണ്ടത്. എന്നാൽ ഒരു കൂട്ടം ജനം പറയുന്നു, ഇല്ല, അത് പറ്റില്ല, ഞങ്ങൾക്ക് 7-ാം ദിവസമായ ശനിയാഴ്ച ഒരുപക്ഷെ ജോലിക്ക് പോകണം, ഞങ്ങൾക്ക് സൗകര്യം മറ്റൊരു ദിവസമാണ്, ഞായറാഴ്ചയാണ് അവധി എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയാണോ ആരാധിക്കേണ്ടത്? ദൈവവചന അടിസ്ഥാനത്തിലുള്ള ആരാധന അതാണ് യഥാർത്ഥ ആരാധന. മറ്റതെല്ലാം എന്താണ്? അത് സൂര്യ ആരാധനയാണെന്നാണ് പറയുന്നത്. നമുക്കറിയാം, സൺഡേ ഞായറാഴ്ചയാണ് അങ്ങനെയുള്ള ആരാധന വരുന്നത് നമുക്കറിയാൻ കഴിയും. സാധാരണയായി ഞായറാഴ്ച എന്നറിയപ്പെടുന്ന ഒരു വേദ ശബദാണെന്ന് അവിടെ കാണുന്നു. അന്നാണ് ശബദെന്ന് അവർ പറയുന്ന കുറേ ആൾക്കാരും ഉണ്ട് നമ്മളെ ഇടയിൽ. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ആരെയാണ് ആരാധിക്കേണ്ടത്? ആ സൂര്യനെയാണോ? അതായത് അല്ലെങ്കിൽ യഹോവയായ ദൈവം നമുക്ക് തന്നിരിക്കുന്നതായ
ആ ശബദിലാണോ ആരാധിക്കേണ്ടത്? നമ്മളൊരു തീരുമാനം എടുക്കണം ഈ പകൽക്കാലം. യഥാർത്ഥ സത്യ ആരാധനയിൽ കൂടി ഈ സൂര്യൻ്റെ അല്ലെങ്കിൽ സൂര്യ ദിവസത്തേക്ക് മാറ്റിക്കൊണ്ട് ഒരു നല്ല ആരാധന നമുക്ക് ആവശ്യമാണ്. ആ ആരാധനയാണ് വിശുദ്ധ വേദപുസ്തകം നമുക്ക് തന്നിരിക്കുന്നതായ വിശുദ്ധ ശബദ്. നമ്മൾ ശബദിൽ ആരാധിച്ച് ദൈവത്തോട് കൂടുതൽ അടുക്കാം. ഈ പകൽക്കാലം നമ്മളെ ദൈവം ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം ധാരാളമായി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. മഹാപരിശുദ്ധന് നീതിമാനുമായിരിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗ നല്ല പിതാവേ, ഞങ്ങൾക്ക് ഇന്ന് ഈ പകൽക്കാലം തന്ന ഈ വചനാടിസ്ഥാനത്തിൽ കർത്താവേ, എന്താണ് സത്യ ആരാധനയും അല്ലെങ്കിൽ സൂര്യ ആരാധനയാണോ ആരാധിക്കണമെന്നൊരു വാക്യം ഞങ്ങൾക്ക് കേൾക്കുവാനിടയായല്ലോ കർത്താവെ. സത്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ഞങ്ങൾക്ക് മാതൃകയായി തന്ന ആ വിശുദ്ധ ശബദിൽ ആരാധിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും ബലപ്പെടുത്തണമെന്നുള്ള ദൈവമേ, ഈ പാൽക്കാലം അവിടുത്തെ ശക്തിയാൽ നിറയ്ക്കുമാറാകുമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഒന്നുകൂടി തിരുസന്നിധിയിൽ കടന്നു വരുമ്പോൾ ഞങ്ങൾ യാചന കേൾക്കണം. ഞങ്ങൾക്ക് വേണ്ടതായ ദൂതന്മേൽ നിന്നുകൊണ്ട് ഞങ്ങളെ ദൈവമേ വരും നാളുകളൊക്കെ മുന്നേറുവാൻ ഇടവരണമെന്ന് ഞങ്ങൾക്കായി ജന്മിച്ച് മറ്റേ ക്രിസ്തുവിൻ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോട് പ്രാർത്ഥന കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ.